കിട്ടുമെന്നൊക്കെ, കർത്താവ് തരുമെന്നൊക്കെ ഒരു ഉറപ്പ് നമുക്കുണ്ട്. കാത്തിരിക്കാൻ നമ്മൾ റെഡിയാണ്. കർത്താവ് അധ്വാനിക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ എന്നാലും ഉള്ളില് എന്തൊക്കെയോ ഒരു ഭയം വന്ന് കൂടിക്കിടക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം നമ്മളെ പിടിച്ച് ആക്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭാവിയെ കുറിച്ചൊരു ഭയം തോന്നും. ഇപ്പൊ ഉത്തരം കിട്ടി, ഇപ്പൊ കാത്തിരുന്ന് ഉത്തരം കിട്ടി, പക്ഷെ നാളെ എന്താകുമെന്നോർത്തുള്ള ഒരു അകാരണമായ ഭയമുണ്ട്. ഭാവിയെ കുറിച്ചുള്ള ഫിയർ അബൌട്ട് ഫ്യൂച്ചർ. അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ വായിക്കേണ്ട വളരെ ശക്തമായ മറ്റൊരു വചനാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31:16. അവിടെ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, കരച്ചിൽ നിർത്തുക, കണ്ണുനീര് തുടയ്ക്കുക, നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വരും. നീ കയ്യിൽ നിന്ന് വഴുതിപ്പോയി എന്ന് വിചാരിച്ചതെല്ലാം കർത്താവ് തിരിച്ചു വരും. എന്റെ അവസാനം ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. യുവർ ഫ്യൂച്ചർ ഈസ് ഫിൽഡ് വിത്ത് ഹോപ്പ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബോധ്യം കർത്താവ് നമുക്ക് ഈ വചനം കേൾക്കുമ്പോൾ തരികയാണ്. നീ കരച്ചിൽ നിർത്തുക, കണ്ണുനീർ തുടയ്ക്കുക, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. ഒറ്റ കാരണം എന്താണെന്നറിയോ? നീ കാത്തിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? നിനക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവത്തിന് വേണ്ടി. നീ ഉറപ്പ് കെട്ടിയിരിക്കുന്ന ആരിലാണ്? നിന്നെ അനുഗ്രഹിക്കുന്ന, നിനക്ക് ഫലം തരുമെന്ന് ഉറപ്പ് തന്നൊരു കർത്താവ്. ആ കർത്താവ്